നീ വന്നോ? നീ എന്തിനാ വിളിച്ചു കൂവുന്നേ? ഇവരെന്താ ഇവിടെ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഇവര് നിന്റെ ഫ്രണ്ട്സ് അല്ലേ? ന്യൂയോർക്കില് നീ ഇവരുടെ കൂടെ ആയിരുന്നില്ലേ താമസം? അപ്പോ അവര് നമ്മുടെ വീട്ടിൽ വന്നതിന് എന്താ നിനക്ക് പ്രശ്നം? പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഇവരെന്താ ഇവിടെ? ഇവരോട് ഞാനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, ഇനി മുതൽ ഇവരിവിടെ നിൽക്കാൻ പോകുന്നത്. ഇവിടെയോ? എന്തേ ഇവിടെ നിൽക്കാൻ പാടില്ലേ? നീ ന്യൂയോർക്കില് അവരുടെ വീട്ടിലല്ലേ നിന്നത് 2 മാസം? അപ്പോ അവരൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ അവര് ഇവിടെ നിന്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്, നിനക്കെന്താ പ്രശ്നം? ഏട്ടാ, എന്നാലും എടച്ചക്ക, നിന്ന് കിണുങ്ങാതെ പോയി കുളിച്ചിട്ട് വാ, ചായ എടുക്കാം. നീ എന്താ എൻ്റെ മുറിയില്? അത് കൊള്ളാം, നിന്റെ ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനി മുതല് ഞങ്ങള് ഇവിടെ നിൽക്കാൻ പോകുന്നത്. ഈ വീട്ടിൽ നിൽക്കാൻ പോവാന്നല്ലേ പറഞ്ഞോളൂ, അല്ലാതെ എൻ്റെ ബെഡ്റൂമിൽ കിടക്കാനൊന്നല്ലല്ലോ ഏട്ടൻ പറഞ്ഞത്. അതേട്ടൻ പറയാൻ മറന്നുപോയി കാണും. ഞാൻ എന്തായാലും നിന്റെ ബെഡ്റൂമിൽ തന്നെ കിടക്കാൻ പോകുന്നത്. എൻ്റെ ബെഡ്റൂമില്? അതൊന്നും ശരിയാവില്ല, ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ബെഡ്റൂമിൽ ഞാൻ മാത്രമേ കിടക്കുള്ളൂ, വേറെ ആരും കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അല്ല, നിങ്ങളെ ഏട്ടൻ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അതൊരു കഥയാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് ഞാനും ബെന്നിയും ടോബിയും കൂടിയിട്ട് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങി. വഴിയെ വെച്ച് നിന്റെ ഏട്ടനെ കണ്ടു. ഏട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചു. എന്നിട്ട് എവിടെയാ താമസിക്കുന്നേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങള് സാധാരണ പറയുന്ന പോലെ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഹോട്ടലിലാ താമസിക്കുന്നേ. അപ്പോ നിന്റെ ഏട്ടൻ പറയാ, ന്യൂയോർക്കില് നിന്നെ ഞങ്ങള് എത്ര പൊന്നുപോലെയാ നോക്കിയത്. അപ്പോൾ ഈ കേരളത്തിൽ വന്നിട്ട് ഇതുപോലെ ഹോട്ടലിലൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏട്ടന് വല്ലാത്ത വിഷമാവും. അതുകൊണ്ട് നിങ്ങൾ 3 പേരും ഇനി മുതൽ ഹോട്ടലിൽ നിൽക്കണ്ട, ഞങ്ങളുടെ കൂടെ വീട്ടിൽ നിന്നാൽ മതിയെന്ന് നിന്റെ ഏട്ടൻ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരുപാട് പറഞ്ഞു, വേണ്ട, അതൊരു ഏട്ടന് ബുദ്ധിമുട്ടാവും. പക്ഷേ നിന്റെ ഏട്ടൻ സമ്മതിച്ചില്ല. നിന്റെ ഏട്ടൻ പറഞ്ഞു, ഇനി നിന്നില്ലെങ്കിൽ ഏട്ടന് വിഷമാവുന്നു. അതുകൊണ്ടാ പിന്നെ ഇത്രയും ഏട്ടൻ നിർബന്ധിച്ചപ്പോൾ ഞാനും ബെന്നിയും ടോബിയും കൂടിയിട്ട് ഇങ്ങോട്ട് താമസം മാറ്റിയത്. നീ എന്താ ചായ കുടിക്കുന്നില്ലേ? ഞാൻ കുടിച്ചോളാം. എന്താടാ പറ്റിയത്? വന്നപ്പോൾ മുതൽ മുഖം ഇങ്ങനെയാണല്ലോ. ഇവർ വന്നിട്ട് നിനക്കൊരു സന്തോഷവും തോന്നുന്നില്ലേ? അത് ഞാൻ കുറച്ച് ടയേർഡാ, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അതിൻ്റെ ക്ഷീണം. ആയിക്കോട്ടെ. പക്ഷേ നീ ഇങ്ങനെ മുഖം വെറുപ്പിച്ചൊന്നും ഇരിക്കാൻ പാടില്ല. നീ എപ്പോഴും പറയാറുണ്ടല്ലോ, നിനക്ക് അർജുനെയും ബെന്നിച്ചനെയും ടോപ്പിച്ചനെയും ഒരുപാട് ഇഷ്ടമാണെന്നും അവരെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ലെന്നും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതല്ലേ. എന്നിട്ട് ഇപ്പം എന്ത് പറ്റി? അവർ നേരിട്ട് ഇവിടെ വന്നിട്ടും നിനക്കൊരു ഉഷാറില്ലല്ലോ. എനിക്ക് ഉഷാറൊക്കെ ഉണ്ട്, അത് ഏട്ടന് വെറുതെ തോന്നുന്നതാ. ശരി ശരി, നീ പോയി കിടക്കാൻ നോക്ക്. പിന്നെ അർജുൻ നിന്റെ കൂടെ നിന്റെ റൂമിലാണ് കിടക്കാൻ പോകുന്നത്. എൻ്റെ റൂമിലോ? അതെന്തിനാ? അതെന്തിനാന്നോ? അവന് പിന്നെ ഉറങ്ങണ്ടേ? അതല്ല ഏട്ടാ, ഇവിടെ വേറെ റൂമില്ലേ, എന്തിനാ അർജുൻ എൻ്റെ റൂമിൽ കിടത്തുന്നേ? നിനക്കറിയാവുന്നതല്ലേ, ഈ വീട്ടിലാകെ 3 ബെഡ്റൂമേ ഉള്ളൂ. അതിൽ ഒരെണ്ണം ഞാൻ കിടക്കും, പിന്നെ മറ്റേ ബെഡ്റൂമിൽ ഈ ബെന്നിയും ടോബിയും കിടക്കും, പിന്നെ നിന്റെ ബെഡ്റൂമിൽ അർജുൻ കിടക്കട്ടെ. അതിനിപ്പോൾ എന്താ പ്രശ്നം? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏട്ടൻ്റെ കൂടെ ഏട്ടൻ്റെ റൂമിൽ കിടക്കാം. നിനക്ക് എന്താടാ? എൻ്റെ റൂമിൽ ചെറിയ ബെഡാ, അതിൽ 2 കിടക്കാൻ പറ്റില്ല എന്ന് നിനക്കറിയാവുന്നതല്ലേ. നിന്റെ ബെഡ്റൂമിൽ 2 പേർക്ക് കിടക്കാം.
അതുകൊണ്ടല്ല ഞാൻ അർജുനെ നിന്റെ കൂടെ കിടത്തുന്നത്. ചെല്ല്, പോയി കിടക്കാൻ നോക്ക്. എന്താണ് കാമുക, സ്വപ്നം കാണാമോ? ആദ്യമായിട്ട് കാമുകന്റെ റൂമിൽ കിടക്കാൻ പോവല്ലേ? എന്താണ്, ഹാപ്പി ആയോ? ഒന്ന് പോടാ. ഹാപ്പി? അവന്റെ മൂഡ് കണ്ട നീ? എന്താവുമോ എന്തോ. നീ പേടിക്കൊന്നും വേണ്ട. ആരവൊരിക്കലും നിന്നെ അറ്റാക്കൊന്നും ചെയ്യില്ല, അതുറപ്പാ. പറയാൻ പറ്റില്ല മോനെ. ആരവ് ഇപ്പോഴത്തെ സാഹചര്യത്തില് എന്ത് വേണേലും ചെയ്യും. അങ്ങനെയൊന്നും ചെയ്യില്ല. ചെല്ല്, നീ പോയി കിടക്കാൻ നോക്ക്. ഞങ്ങള് കിടക്കാൻ പോവാം. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഇവിടെ ഇല്ലേ? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇനി എൻ്റെ കൂടെ കിടക്കാൻ പേടിച്ചിട്ട് അവൻ എങ്ങോട്ടെങ്കിലും പോയി കാണൂ? ഞാനത്ര ഭീരുവൊന്നല്ല നിന്നെ പേടിച്ച് നാടുവിടാൻ. ഓ, അപ്പോ ഇവിടെ ഉണ്ടല്ലേ? ആ, ഇവിടെ തന്നെയുണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. പിന്നെ എൻ്റെ ബെഡ്റൂമിൽ കിടക്കുകയൊക്കെ ചെയ്യാം, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതും എൻ്റെ ഏട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം. കാരണം നമുക്ക് ഇന്ത്യക്കാർക്ക് അതിഥി ദേവോ ഭവ, അതിഥിയെ ദൈവതുല്യനായിട്ട് കാണുന്ന. അതുകൊണ്ട് നീ ഇപ്പോൾ ഞങ്ങളുടെ ഗസ്റ്റാണ്. അതുകൊണ്ട് മാത്രം നിനക്ക് എൻ്റെ ബെഡ്റൂമിൽ കിടക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ കിടക്കുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓഹോ, എന്താണാവോ കണ്ടീഷൻസ്? റൂൾ നമ്പർ 1, ഈ ബെഡ്റൂമിൽ ഒക്കെ എൻ്റെ സാധനങ്ങളാണ്. അനാവശ്യമായിട്ട് അതൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. റൂൾ നമ്പർ 2, എൻ്റെ പേഴ്സണൽ തിങ്സ് ഒന്നും എടുത്ത് നോക്കാൻ പാടില്ല. റൂൾ നമ്പർ 3, നിനക്കെൻ്റെ ബെഡിൽ കിടക്കാം, പക്ഷേ എൻ്റെ ദേഹത്തെങ്ങാനും കൈ കൊണ്ട പിന്നെ ഇവിടെ നിന്നെ ഞാൻ നിർത്തില്ല. ഓക്കെ, സമ്മതിച്ചു. ഈ 3 റൂളും ഞാൻ പാലിച്ചേക്കാം. പാലിച്ച നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും. മനസ്സിലായല്ലോ? അപ്പോ കിടന്നു. താങ്ക്സ് ആരു. നീ ദേഷ്യപ്പെട്ടിട്ടാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിലും നിന്റെ ഉള്ളു മുഴുവൻ എന്നോടുള്ള സ്നേഹമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ അത് പ്രകടിപ്പിക്കാൻ തയ്യാറില്ലെന്ന് മാത്രം. പക്ഷേ നിന്റെ വീട്ടിൽ, നിന്റെ ബെഡ്റൂമിൽ, നിന്റെ ബെഡിൽ ദാ നിന്റെ അടുത്ത് ഇതുപോലെ കെടുക്കാൻ നീ അനുവദിച്ചല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഞാനായി തന്നെ കുറച്ച് നീ എൻ്റെ നെഞ്ചിൽ കിടക്കുന്നത് പോലെ ആക്കി തീർക്കും വിത്തിൻ 10 days. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇതെൻ്റെ വീടാ, എനിക്ക് എന്താണേലും നോക്കാൻ പറ്റും. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇതെൻ്റെ ബോഡിയാ. അപ്പൊ നോക്കുമ്പോ കുറച്ച് മയത്തിലൊക്കെ നോക്കാം. അതിന് ഞാൻ നിന്റെ ബോഡി ഒന്നല്ല നോക്കിയ. കണ്ണു തുറന്നപ്പോ ഫസ്റ്റ് നിന്നെ കണ്ടേ, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം, ഇതുപോലെ ഷർട്ടിടാതെ ഈ ബെഡ്റൂം നടത്താൻ പാടില്ല. അത് ഇന്നലത്തെ റൂളിൽ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അത് ഇന്ന് കാലത്ത് ഞാൻ എഴുതി ചേർത്ത റൂളാ. അത് പാലിച്ചേ പറ്റൂ. ഓക്കെ, ഞാൻ പാലിച്ചോളാം. എടി, ഇതാണോ നീ പറഞ്ഞ പുതിയ സാറ്? അതെ. എന്താ മോളെ, നോക്കുന്നുണ്ടോ? ഹി ലുക്സ് സോ ഹാൻസം ആൻഡ് ഹോട്ട്. നോക്കിയാ കൊള്ളാമെന്നുണ്ട്. കണ്ടിട്ട് സാറ് സിംഗിളാന്നാ തോന്നുന്നേ. നീ ധൈര്യമായിട്ട് നോക്കിക്കോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ? ഹായ് സാർ. സാറ് പുതിയ ലെക്ചറർ ആണല്ലേ?
ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇന്നലെ അവളെന്തോ ദേഷ്യത്തില് അറിയാതെ പറഞ്ഞു പോയതാ. സാറ് ക്ഷമിക്കണം. ആം, പിന്നെ സാറിന്റെ പേരെന്താ? എൻ്റെ പേര് അർജുൻ. അതൊന്നും സാരില്ല, കുട്ടിയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. സാറ് കമ്മിറ്റഡ് ആണോ? നിങ്ങൾ സ്റ്റുഡൻസ് അല്ലേ, പുസ്തകത്തിലെ പഠിക്കേണ്ടത് പഠിച്ചാൽ പോരെ. സാറുമാരുടെ ജീവചരിത്രം അറിയാൻ നിൽക്കണോ? സാറുമാരാണെങ്കിലും പരസ്പരം അറിയുന്നതുകൊണ്ട് എന്താ സാറേ തെറ്റ്? ഞാൻ സാറ് കമ്മിറ്റഡ് ആണോ എന്നല്ലേ ചോദിച്ചുള്ളൂ, വേറൊന്നും ചോദിച്ചില്ല. എൻ്റെ വീട് എവിടെയാണെന്നോ, ഞാൻ ഇതിനു മുന്നേ എവിടെ വർക്ക് ചെയ്തിരുന്നോ, അങ്ങനെ എന്ത് വേണേലും ചോദിക്കായിരുന്നല്ലോ. അല്ലാതെ ഈ പേഴ്സണൽ കാര്യങ്ങൾ എന്തിനാ ചെകയാൻ വരുന്നത്? സാറെന്താ ആരവിന്റെ സോൾമേറ്റ് ആണോ? അല്ല, സാധാരണ അവനാണ് ഈ കോളേജിലെ ഗേൾസിനോട് വലിയ താല്പര്യമില്ലാതെ സംസാരിക്കുന്നത്. അതിനുശേഷം സാറാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളൂ. അവൻ പിന്നെ താല്പര്യമില്ലാതെ സംസാരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരാളുടെ അടുത്ത് സംസാരിക്കും, അഞ്ജുവിന്റെ അടുത്ത്, അല്ലാതെ വേറൊരാളുടെ അടുത്തും അവൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ആ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. കാരണം ആരോ ഈ കോളേജിൽ വരുന്നത് പഠിക്കാനാ, അതുകൊണ്ട് അവൻ പഠിക്കുന്നു, തിരിച്ചു പോകുന്നു, വേറൊരു കാര്യത്തിലും ഇടപെടാൻ വരുന്നില്ല. എന്താടാ ആരു, കണ്ടിട്ട് സഹിക്കുന്നില്ലേ? എന്ത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നീ എന്തിനാ അവനെ ഇങ്ങനെ നോക്കുന്നേ? ഒറ്റടിക്ക് അവന്റെ രക്തം മുഴുവൻ ഊറ്റി കുടിക്കുമല്ലോ ഈ നോട്ടത്തിലൂടെ. അതുകൊണ്ടൊന്നല്ല, അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്. അതും പോരാതെ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്കും താമസം മാറ്റി. ഇപ്പോൾ ആ പെൺപിള്ളേരുടെ കൂടെ കാമദേവനാന്ന വിചാരം. അതിനിപ്പോ നിനക്കെന്താ ഇത്ര ദേഷ്യം വരാൻ? അവൻ ഈ കോളേജിലെ പ്രൊഫസറല്ലേ, അപ്പോൾ പ്രൊഫസറുടെ പോലെ നിൽക്കണം. ഈ ആവശ്യമില്ലാത്ത പെൺപിള്ളേരുടെ അടുത്തൊന്നും സംസാരിച്ച് നിൽക്കല്ല വേണ്ടത്. ആരോ? ഞാൻ കണ്ടില്ലായിരുന്നു വന്നത്. തിരക്കില്ലെങ്കിൽ നമുക്ക് ക്യാൻറ്റീൻ പോയി ഒരു കോഫി കുടിച്ചാലോ? തിരക്കിലാണെങ്കിലോ? നിന്റെ അടുത്ത് ചോദിച്ചില്ലേ, വാരോ നമുക്ക് പോയി ചായ കുടിക്കാം. ഹലോ, എൻ്റെ കൂടെ സ്റ്റാഫ് റൂമിലേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എൻ്റെ കൈ വിട്, നീ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നേ? അതേ, കണ്ണിയും കണ്ട പെൺപിള്ളേർക്ക് തൊടാനുള്ളതല്ല നിന്നെ, അത് നീ മനസ്സിലാക്കിക്കോ. യു ആർ മൈ ഓൺലി മൈ. അല്ല, ഇതാര് ഏട്ടത്തിയോ? കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും കാണാറില്ലായിരുന്നല്ലോ, എന്തു പറ്റി? അത് നിന്റെ ഏട്ടൻ്റെ അടുത്ത് ചോദിക്കായിരുന്നില്ലേ? ഞാനും നിന്റെ ഏട്ടനും തമ്മിൽ ചെറിയൊരു പിണക്കത്തില, അതുകൊണ്ടാ. എന്താണാവോ പിണക്കം? എന്നിട്ട് പിണക്കം മാറിയോ? പിണക്കൊന്നും മാറിയിട്ടില്ല. അതെ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എടാ, നീ നിന്റെ ഏട്ടനോട് പറയടാ, എന്നെ ഒന്ന് കല്യാണം കഴിക്കാൻ. എത്ര നാളായിടാ ഞങ്ങളിങ്ങനെ പ്രേമിച്ച് നടക്കുന്നത്. എനിക്കും ആഗ്രഹമില്ലേ ഒരു കല്യാണമൊക്കെ കഴിക്കണമെന്ന്. നിന്റെ ഏട്ടൻ്റെ അടുത്ത് കല്യാണക്കാരും പറയുമ്പോഴൊക്കെ പറയുക, നീ ഒരു നിലയിലെത്തിയിട്ട് വേണം കല്യാണം കഴിക്കാന്ന്. നീ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. പ്ലീസ് ചാരു, ഒന്ന് പറയടാ. അതാണോ കാര്യം? അത് ഞാൻ ഏറ്റു. ഏട്ടന് പ്രായമായിക്കൊണ്ടിരിക്കുക, അതുപോലെ ഏട്ടത്തിക്കും. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, ഞാൻ പറഞ്ഞ് സെറ്റാക്കിക്കോളാം. അതെ അതെ, ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം. ഞങ്ങളും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ഏട്ടനെ. എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കൂടാലോ. താങ്ക് യുടാ. നീയേ നിന്റെ ഏട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ വേഗം പോട്ടെ, അല്ലെങ്കിൽ നിന്റെ ഏട്ടൻ വന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പിരിയേറ്റിയതാണെന്നേ പറയൂ. അതുകൊണ്ട് പോട്ടെ. ഒന്ന് നിന്നെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇന്നെന്തായിരുന്നു കോളേജിൽ? നീ എന്തിനാ ആ പെൺപിള്ളേരുടെ അടുത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ടായല്ലോ, അതിനെന്താ പ്രശ്നം? അതിന് പ്രശ്നമുണ്ട്. നീ കോളേജിൽ വരുന്നത് പഠിപ്പിക്കാനല്ലേ, അപ്പൊ ആ കാര്യം മാത്രം ചെയ്താൽ മതി. വെറുതെ ആവശ്യമില്ലാതെ പെൺപിള്ളേരുടെ അടുത്ത് സംസാരിക്കാനൊന്നും നിൽക്കണ്ട. അതിന് നിനക്കെന്താ ഇത്ര
ഇത്ര ദേഷ്യം വരാൻ കാരണം ഞാൻ അവരുടെ അടുത്ത് ജസ്റ്റ് സംസാരിച്ചെന്നല്ലേ ഉള്ളൂ. അതിന് നീ ഇത്ര ചൂടാവേണ്ട കാര്യമുണ്ടോ? എന്തു പറ്റിയാലും നിനക്ക് പൊള്ളുന്നുണ്ടോ? എനിക്കെന്ത് പൊള്ളാൻ? അത് നീ അവിടെ നിന്ന് പറഞ്ഞ പോരെ. എന്തിനാ എൻ്റെ അടുത്തോട്ട് വരുന്നേ? നിനക്കെന്താ എന്നെ പേടിയാണോ? ഞാൻ അടുത്ത് വരുന്നതിന് നീ എന്തിനാ ഇതുപോലെ വിയർക്കുന്നേ? എന്തിനാടാ വിറയ്ക്കുന്നേ? ഞാൻ മാഫിയ കിങ് ആണെങ്കിലും അത്ര വലിയ ഭീകരനൊന്നുമല്ല. അത് മാത്രമല്ല, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? അത് എനിക്ക് പേടിയൊന്നുമില്ല. നിന്റെ കൈ ഷാൻവി പിടിച്ചത് എനിക്കിഷ്ടപ്പെട്ടില്ല. അവളെ കൈ പിടിക്കാൻ നീ അനുവദിച്ചെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടും അത്ര വലിയ തെറ്റൊന്നുമില്ല. മനസ്സിലായോ? നീ എന്തേലും അത്തരത്തിൽ ചെയ്ത ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സോ മൈ ബേബി ബോയ്, അത്തരത്തിലുള്ള കുരുത്തക്കേടൊന്നും കാണിക്കാതിരുന്നു നിനക്ക് കൊള്ളാം. മനസ്സിലായല്ലോ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ നോക്കരുതെന്ന്. എൻ്റെ കൺട്രോള് പോകുന്നടാ. പിന്നെ ഇനി മാതിരി എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച ഇതുപോലെ ആയിരിക്കില്ല ഞാൻ ബിഹേവ് ചെയ്യാം. സോ ബി കെയർഫുൾ. പേടിക്കണ്ട, നിന്നെ ഉപദ്രവിക്കൊന്നുമില്ല. മേ ബി ഐ വിൽ കിസ് യു.